ആളൊരു പോലീസുകാരനാണ് കേട്ടോ. ശരിക്കും? സത്യം. ആഹാ, ഏത് സ്റ്റേഷനിലാ? ഞാനിവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ എറണാകുളത്ത് തന്നെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള ആളാണ്. അപ്പൊ എനിക്ക് പോലീസുകാരൻ ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ? അടിപൊളിയാണ് ചേട്ടാ, ഞങ്ങൾ എവിടെ ചെന്നാലും സീരിയസ് ആണ് സീരിയസ്, കോമഡിയിലാണ് കോമഡി. ഞങ്ങൾക്ക് എല്ലാം വഴങ്ങും ചേട്ടാ. എല്ലാം വഴങ്ങും. ഇപ്പൊ എത്ര വർഷമായി സർവീസില്? സർവീസിൽ ഇപ്പൊ 22 വർഷമായി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ എത്ര പേരെ പിടിച്ചിട്ടുണ്ട്? കുറെ പേര് പിടിച്ചിട്ടുണ്ട്. ആണോ? വളരെ സാഹസികമായ പിടുത്തങ്ങളും വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് ചേട്ടാ, ഒരുപാട് രാത്രിയിലും പിന്നെ ജില്ലകളൊക്കെ കടന്നും അന്യ സംസ്ഥാനത്തൊക്കെ പോയിട്ട് ഞങ്ങൾ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര ഉപദ്രവമായിരിക്കോ? അടിക്കുകയും ഒക്കെ ചെയ്യോ അതോ ഭയങ്കര സ്നേഹമൊക്കെ ഇട്ടായിരിക്കോ? ഏതാ പ്രതികൾ ഭയങ്കര സ്നേഹത്തോടെ? അതായത് അമൃത ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇവരാദ്യം 2 മിഠായി മേടിക്കും, എന്നിട്ട് പ്രതി നിൽക്കുന്ന സ്ഥലത്ത് എന്നിട്ട് മക്കളെ ബാ എന്ന് പറയുമ്പോ അവര് വരുമ്പോ സ്നേഹമാ. പിന്നെ ഇവര് ഒന്നിച്ച് സിനിമ ഭയങ്കര. ഇപ്പൊ പൊതുവെ നമുക്കറിയാം വാർത്തകളിലൊക്കെ ഈ പോലീസുകാർ ഉപദ്രവിച്ചതിനെ കുറിച്ച് പ്രിവെന്റ് ചെയ്ത ഓരോരുത്തർ പരാതികൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അത്ര ഉപദ്രവം ഉണ്ടോ അതോ അങ്ങനെ ഉപദ്രവിക്കുമോ നിങ്ങൾ? പോലീസ് മാത്രം മാറിയാ പോരാ, പോലീസിനൊപ്പം നമ്മുടെ ജനങ്ങളും മാറണം. ഓക്കെ. റോഡ് സൈഡിലെ കലിങ്കുകളുടെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ചെരിച്ചു വാർക്കുന്നത് എന്തിനാണെന്നറിയോ? അതിൽ ആളിരിക്കാതിരിക്കാൻ. അതിൽ ആളാരും കയറി ഇരിക്കാതിരിക്കാൻ. ആളിരുന്നാലേ പ്രശ്നം ഉണ്ടാവും ചേട്ടാ. അവിടെ കുറച്ച് ദിവസം ഇരിക്കും, വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തും. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ കമന്റ് അടിക്കും, അവിടെ വിഷയമാവും, ലോ ആൻഡ് പ്രശ്നമാവും. അതാണ് ഇങ്ങനെ ഇരുത്താത്തത്. ഞാൻ വീടിനടുത്തൊരു കലിങ്കയിൽ ഇരിക്കുക. അപ്പൊ ഇറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം ഈ കലിങ്ങിന്റെ ഇറക്കം ഇങ്ങനെയാണല്ലോ. ഞാൻ കലിങ്കയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു നർമ്മബോധമുള്ള പോലീസുകാരന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരു പോലീസ് ജീപ്പ് എനിക്ക് ഓടാൻ പറ്റാത്ത രീതിയിൽ നേരെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തി എനിക്ക് എങ്ങോട്ട് ഓടാൻ വഴിയതേ ഇരിക്കുന്ന പോലീസുകാരൻ. അതുപോലെ ജീപ്പ് കൊണ്ട് നിർത്തിയിട്ടേ ഞാൻ എന്ത് ചെയ്യുന്ന ഓർത്തോക്കുമ്പോ ഈ SI എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങോട്ട് കേറുവാണോ ഓടുവാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓടിക്കോളാം സാറേ എന്ന് പറഞ്ഞു. എന്നാ ഓടിക്കോ പറഞ്ഞിട്ട് ഞാൻ കാണുന്ന ഓടിപ്പോയിട്ടുണ്ട്. അലോഷാരി പണ്ട് ഈ ബന്ധമൊക്കെ നടക്കുമ്പോഴേ പണ്ട് 24 മണിക്കൂറാണല്ലോ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് നടന്നു വരികയാണ്. ആലപ്പുഴ നടന്നു വന്ന് ഏകദേശം ചങ്ങനാശ്ശേരി അടുക്കാറായി. എപ്പോഴാണ് നമ്മൾ നോക്കുക ഒരു പോലീസ് വണ്ടി നേരെ തിരിഞ്ഞ് ആലപ്പുഴ റൂട്ടിലേക്ക് വരിക. പെട്ടെന്ന് നമ്മൾ വിളിച്ചു എവിടെ പാടാന്ന്. അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് പോലീസിനെ കണ്ടോ പേടിച്ചിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു സാറേ ആലപ്പുഴ ഒരു മരിപ്പ് അറിയിക്കാൻ വേണ്ടി നിൽക്കുക, കേരള വണ്ടി എന്ന് പറഞ്ഞു. ഈ വണ്ടി നേരെ വീണ്ടും കൊണ്ട് ആലപ്പുഴ ഞങ്ങൾ ഇറക്കി. പക്ഷെ എന്റെ ഒരു ജീവിതത്തിൽ എന്താ കാര്യം അറിയാവോ? ഞാൻ ഒരു പോലീസുകാരൻ ഇതുവരെ ജഡ്ജായിട്ട് ഇരുന്നിട്ടില്ല. നടക്കും. അഥവാ നിങ്ങളുടെ കോമഡി ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ വെച്ച് കാണുമ്പോ കൈ കാണിച്ച് നിർത്തി തിരിച്ച് പ്രതികാരം ഒന്നും ചെയ്യരുത്. ഒരിക്കലും ഉണ്ടാവില്ല. രമേശ് ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാം. എന്നതാണാവോ? രമേശ് ചേട്ടാ ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ്. ഇമ്പ്രൂവ്മെന്റോ? ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ആകാനുണ്ട്. ഞാൻ എന്താ വെച്ചാൽ അപ്ഡേഷൻ ആണോ? എന്താ കാര്യം ചേട്ടാ? ഈ ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ പിന്നാമ്പുറത്ത് നല്ല വെടിക്കെട്ട് പിള്ളേര് വെടിക്കെട്ട് കോമഡിയുമായിട്ട് വരുന്നുണ്ട്. രമേശ് ചേട്ടൻ ഈ കോമഡിയുമായിട്ടിരുന്നാൽ വേറെ പണി തിരക്കേണ്ടി വരും. അല്ല, ഇത് മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഇത് എന്റെ ഐഡിയ ആയിപ്പോ ഈ പരിപാടി. എനിക്ക് തന്നെ ഞാൻ സ്വന്തം കുട്ടിയെ തോണ്ടല്ലേ പാട്ട് മത്സരം നടത്തിയാൽ മതിയായിരുന്നു. പ്രചോദേട്ടാ, എന്തോ എന്റെ ഈ കലാരംഗത്തുള്ള കുറച്ച് കൂട്ടുകാരെ എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കലാഭവൻ പ്രചോദിന്റെ ഒരു ലക്ഷണം ഉണ്ടെന്ന് പറയും. അപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പോ പ്രചോദേട്ടന് എന്റെ ചായയല്ല, എന്റെ ചായയാണ് പ്രചോദേട്ടനുള്ളതെന്ന് പറഞ്ഞു. ഈ സൈസ് കോമഡി പറയുന്ന ആൾക്കാരാണോ പുറകെ റെഡി ആയിട്ട് നിൽക്കുന്നത് എന്നെ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിട്ട്? അല്ലല്ല, ഈ സൈസ് ആണെങ്കിൽ ഞാൻ ഒരു 20 വർഷം കൂടെ നിൽക്കും കേട്ടോ. അല്ല തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ തിരിച്ച് FIR ഇടും ഇങ്ങനത്തെ കോമഡി ആണെങ്കിൽ. പെർഫോമൻസിലേക്ക് പോവല്ലേ? അല്ല പോലെ, നീ ഒരു പോലീസുകാരെ കണ്ട നീ ഒന്ന് നന്നായിട്ട് സല്യൂട്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോയോ നോക്കട്ടെ, നിനക്കറിയാവോ? നല്ലൊരു സല്യൂട്ട് ചെയ്തിട്ട് മാർച്ച് ചെയ്ത് ഇറങ്ങിപ്പോ. ഇനി മാർച്ച് ചേട്ടാ, അന്യ സംസ്ഥാനത്ത് നിന്ന് ഹിന്ദി സംസാരിക്കുന്ന ആരും നമ്മുടെ നാട്ടിലെത്തിയാൽ നമ്മൾക്ക് അവൻ ബംഗാളിയാണ്. അവൻ ആന്ധ്രാക്കാരനാലും ഒറീസക്കാരനും ബീഹാറിനാലും പാട്നക്കാരനാലും മഹാരാഷ്ട്രക്കാരനാലും തമിഴ്നാട്ടുകാരനാണേലും ഹിന്ദി സംസാരിച്ചാൽ നമ്മൾക്കവൻ ബംഗാളിയാണ്. നമ്മൾക്കവൻ ബംഗാളിയാണെങ്കിലും അവൻ്റെ മുതലാളിക്ക് അവൻ തൊഴിലാളിയാണ്, അവൻ്റെ കൂട്ടുകാർക്ക് അവൻ ചങ്ങാതിയാണ്, അവൻ കഴിക്കുന്നത് തക്കാളിയാണ്, അവൻ പറയുന്നത് ബംഗാളിയാണ്. എന്നിട്ടൊക്കെ അവൻ 2 അടിച്ചാൽ ഇവൻ അത് ചേട്ടൻ ഇപ്പം എന്താണ് പറയാൻ പോയെന്ന് എനിക്ക് മനസ്സിലായി. 2 അടിച്ച ഞാൻ അതിവിടെ പറയുന്നില്ല. 2 അടിച്ചാൽ അവൻ കോമാളി അല്ലെങ്കിൽ അവൻ കൊലയാളി. ചേട്ടാ, ഞാനിപ്പോൾ അവിടുന്ന് കയറി വരുമ്പോൾ വാദിക്കുന്ന സെക്യൂരിറ്റിക്കാരനായ ബംഗാളി എന്നോട് ചോദിച്ചു, സാർ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പോകും. സാറിനൊക്കെ ഇപ്പം അല്ലെങ്കിലും ഞങ്ങളെയാണല്ലോ ബംഗാളികളെയാണല്ലോ എല്ലാ കോമഡിയിലും ഉൾപ്പെടുത്താറുള്ളത്. നിങ്ങൾ നാറ്റിക്കയില്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളല്ലേ ഇവിടെ ചെയ്യുന്നത്, നിങ്ങളുടെ ശവം അടക്കം വരെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്താലും അത് പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ.
ചേട്ടാ ഇന്നലെ ഒരു സഹോടക്കിന് പോയിട്ട് എന്നെ പഞ്ഞി കിട്ടി ചേട്ടാന്ന്. ഞാൻ ചോദിച്ചു എന്താ അങ്ങോട്ട് പഞ്ഞി കിടാനുണ്ടായ കാര്യം എന്താണ്? അവിടെ സഹോടക്കിനുള്ള സാധനം എടുത്ത് വെച്ച് ബോഡി എടുത്ത് വെച്ചു. ഞാൻ ഇനി തീ കൊടുത്ത് ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ നീ കൊടുത്ത് അവിടുത്തെ ബന്ധുക്കളല്ലേ കൊടുക്കേണ്ടത്? അതല്ല ചേട്ടാ, ഞങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടല്ലേ പോകത്തുള്ളൂ, അതുകൊണ്ട് എളുപ്പം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ തീ വെച്ചതെന്ന് പറഞ്ഞു. ബംഗാളിയിൽ സഹോദരിയുടെ ഭർത്താവിന് ദാംഡെ എന്നാണ് പറയുന്നത്. എനിക്കും ഉണ്ടൊരു ദാംഡെ. എൻ്റെ കൊച്ചച്ഛൻ്റെ മോൾ, ഒറ്റ മോള്. അവർക്ക് ഈ പൊറോട്ടയോട് ഭയങ്കര താല്പര്യമാണ്. തൊട്ടടുത്ത കടയിൽ നിന്നാണ് പൊറോട്ട മേടിക്കുന്നത്. പൊറോട്ട അടിക്കുന്ന അവിടുത്തെ ഒരു ബംഗാളിയാണ്. ഈ പൊറോട്ടയോടുള്ള ഇഷ്ടം ഇവക്ക് ഈ ബംഗാളിയോടായി. ബംഗാളി അളിയൻ പൊറോട്ട അടിച്ചടിച്ചടിച്ച് എൻ്റെ പെങ്ങളെ അടിച്ചിട്ടുണ്ട്. 2 ദിവസം കൊച്ചച്ഛനും കൊച്ചമ്മയും കൂടെ ഭയങ്കര ബഹളായിരുന്നു ചേട്ടാ. പക്ഷേ ഈ കഴിഞ്ഞിടെ ഇറങ്ങിയ പാൻ ഇന്ത്യൻ പടങ്ങളില്ലേ, 2 ദിവസത്തെ ഹൈപ്പേ ഉണ്ടായിരുന്നു, കൂടുതൽ ഉണ്ടായില്ല. ബഹളം അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെങ്ങൾ എന്നെ വിളിക്കുന്നത് ചേട്ടാ, അതാ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്, ദാണ്ടയും ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കി തരണം. ഞാൻ പറഞ്ഞു നീ പോരും, അപ്പോൾ പ്രശ്നമൊക്കെ തീരുമല്ലോ, നീ പോരെന്ന് പറഞ്ഞു. ആ അളിയന് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അളിയൻ ആദ്യമായിട്ട് വരികയല്ലേ, എന്താണ് അളിയനെ കൊടുക്കേണ്ടത്? നീ ഒന്നും വേണ്ട, ഞങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം ഉണ്ടല്ലോ, ഇച്ചിരി ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടൊരു സാമ്പാറും കുറച്ച് ചപ്പാത്തി, ഇതുണ്ടേ കാര്യം നടക്കും. ഞാൻ ചോദിച്ചാൽ അളിയൻ വരികയല്ലേ, എന്തെങ്കിലും ഒന്നും വേണ്ട, ഉള്ളിലേക്ക് പോകണമെന്നും വേണ്ട, അത് മതി, അതുകൊണ്ട് അളിയൻ തൃപ്തിപ്പെട്ടോളൂ. ഇത് ഓർത്തപ്പോഴാണ് രമേശ് ചേട്ടാ ഞാൻ എൻ്റെ സ്വന്തം അളിയൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. എൻ്റെ സ്വന്തം അളിയനാണ് വരികയാണെങ്കിൽ മിനിമം ഒരാഴ്ച 3 ലിറ്റർ ചിലവാണ്. ഇറച്ചി മീനെല്ലാം കൂടെ ഒരു 10,000 രൂപ ചിലവ്. ബംഗാളി അളിയൻ 2 ദിവസം വീട്ടിൽ നിന്നപ്പോഴത്തേക്കും 300 രൂപയുടെ ചിലവ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അളിയനാണെങ്കിൽ ഒരാഴ്ച ജോലിക്കും പോകില്ല, കിടന്നുറങ്ങും. ബംഗാളി അളിയൻ ഒരു കിറ്റും കക്ഷത്ത് വെച്ച് രാവിലെ സ്ഥലം വിട്ടു. പക്ഷെ വേറൊരു ഗുണമുണ്ടായി. 9ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് 3 മാർക്കുണ്ടായ എൻ്റെ പെങ്ങൾക്ക് ഇപ്പം നല്ലോണം ഹിന്ദി സംസാരിക്കും. എൻ്റെ സഹോദരിക്ക് ബംഗാളി പങ്കാളി ആയെങ്കിലും ഞാനിപ്പോഴും ഇങ്ങനെ നടക്കുകയാണ് ചേട്ടാ, എൻ്റെ ജാതകവും ഗ്രഹനിലയും വെച്ചിട്ട്. കല്യാണമൊന്നും ആയില്ല. അപ്പോൾ എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ആഗ്രഹം. പക്ഷേ അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകും. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നാട്ടിൽ നല്ല പേരുമാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ അവർക്ക് ജോലി മാത്രമേ അറിയാം, അവർക്ക് ടെക്നോളജി ഒന്നും അറിയത്തില്ല ചേട്ടാ. ഈ ടെക്നോളജി എന്ന് ഞാൻ ഉദ്ദേശിച്ചതേ, അവർ ഈ ജോലിക്ക് പോയി ഇപ്പോൾ അക്കൗണ്ടിലേക്കാണല്ലോ ചേട്ടാ ഈ പൈസ എല്ലാം വേണ്ടത്, പിൻവലിക്കണ്ടേ? ആ ടെക്നോളജി അവർക്കറിയില്ല. ആ ടെക്നോളജി ഞാൻ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ചേട്ടാ, എന്നെ കല്യാണം കഴിപ്പിക്കുന്നുള്ള ആഗ്രഹം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിലെ ബ്രോക്കറായ പുഷ്പവതി ചേച്ചിയോട് അവതരിപ്പിച്ചു. പുഷ്പവതി ചേച്ചിക്ക് എന്നെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് പുഷ്പവതി ചേച്ചി അത് സമ്മതിച്ചില്ല ആദ്യം. അത് കഴിഞ്ഞ് പുഷ്പവതി ചേച്ചിനെ എന്തൊക്കെ ഓഫറുകളൊക്കെ കൊടുത്ത് അച്ഛൻ റെഡിയാക്കി. അപ്പോൾ പുഷ്പവതി ചേച്ചി എനിക്കൊരാളെ സെറ്റ് ചെയ്ത് തന്നു, ഒരു നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ്. അവരെ കല്യാണം ആലോചിച്ചു. അപ്പോൾ എനിക്ക് പുഷ്പവതി ചേച്ചി സെറ്റായി, കാമുകി സെറ്റായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫോൺ വിളിയായി, ചാറ്റിംഗ് ആയി. ചേട്ടാ ഇതൊന്നും അല്ല വിഷയം. ഈ കഴിഞ്ഞിടെ ഞാൻ ഒരു സൈക്കിളിൽ എൻ്റെ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്കൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാമുകി വിളിക്കുന്നു, ഈ കല്യാണം നടക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്താ ഈ കല്യാണം നടക്കുക? നീ അങ്ങോട്ട് സൈക്കിളിൽ പോയപ്പോൾ നിൻ്റെ മുൻ കാമുകി അവിടെ കുറച്ച് തൊഴിലുറപ്പുകാർ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടാ. അതിനകത്ത് ഈ തൊഴിലുറപ്പുകാർ ഞാൻ പോകുന്ന പുറകെ അവിടെ നിന്ന് എൻ്റെ മുൻ കാമുകിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു, ആ പോയ മുതുക്കൻ എൻ്റെ മകളെ കല്യാണം ചെയ്യാൻ നേരത്ത് ശല്യപ്പെടുത്തിയിട്ട് 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ട് തല്ലിയതാണ് അവൻ. അതുകൊണ്ട് അവനെ കൂടെ കെട്ടിക്കരുതെന്ന് പറഞ്ഞു. ഇവരോടനെ വന്ന് ഇവളോട് പറഞ്ഞു കെട്ടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കല്യാണം മുടങ്ങി കേട്ടാ. ഞാനിപ്പോൾ ജയിലിൽ ആടിയ ഗോവിന്ദച്ചാമിയുടെ കണക്കാണ്. പുതിയൊരു കേസുമായി ഇനി പുറത്തു ഇറങ്ങാൻ പറ്റിയത്. ഇപ്പം എനിക്ക് കല്യാണവും മുടങ്ങി പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്.